തമ്പുരാട്ടി എഴുന്നള്ളി വന്നോ? ഞാൻ വിചാരിച്ചു മോന്റെ നഴ്സറിയിൽ നീ അവിടെ ടീച്ചറായിട്ട് ചേർന്നു. ഞാനിന്ന് എന്റെ വീട് വരെ പോയി, അതാ താമസിച്ചത്. ഓ, നിനക്കതൊന്ന് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? നിനക്ക് മാത്രം ഊര് തണ്ടി നടന്നാ മതിയോ? ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം ഒന്ന് പുറത്തു പോണ്ടേ? അമ്മയ്ക്ക് നേരത്തെ പറയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ തിരിച്ചു വരുമായിരുന്നല്ലോ. പിന്നെ സോന ക്ലാസ്സിന് പോയിരിക്കുക. ശ്യാമമോള് മുറിയിലുണ്ട്. ഞാൻ ഇനി ഉച്ച കഴിഞ്ഞേ വരൂ. വരുമ്പോ നേഴ്സറിന്ന് വിച്ചുമോനെയും കൂട്ടിക്കൊണ്ട് വന്നോളാം. ഇനി ആ പേരും പറഞ്ഞ് കെട്ടി ഒരുങ്ങി പോവണ്ട. പിന്നെ ശ്യാമമോളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ദേ, അത് മറന്ന് പുറത്ത് കിടക്കുന്നയാളെ പരിചരിക്കാൻ പോയാലേ പറഞ്ഞേക്കാം. അതെ, കുഞ്ഞുങ്ങളെ എങ്ങനെ ശ്രദ്ധിക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ശ്യാമമോളെ ഞാൻ ഇന്നും ഇന്നലെയും നോക്കാൻ തുടങ്ങിയതല്ലല്ലോ. പിന്നെ അമ്മയ്ക്ക് പോവാനുള്ളിടത്ത് അമ്മയ്ക്ക് പോയിട്ട് വരാം. ചെല്ല്. ജുഡി, നിന്റെ തർക്കത്തിലും നെകളിപ്പും കുറെ കൂടുന്നുണ്ട്. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. സമയാവുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ നിനക്ക് തരുന്നുണ്ട്. ആന്റി എന്തിനാ ഈ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ആന്റിയെ സമ്മാനത്തുക എടുത്തതില് അയാൾക്ക് പരാതിയൊന്നുമില്ലല്ലോ, പിന്നെന്താ? അത് അയാളുടെ ഒരു ബുദ്ധിയാകർഷേ. ഇതുപോലെ പല കാര്യത്തിലും ആ മനുഷ്യൻ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ നോക്കുന്നുണ്ട്. അതിന്റെ പ്രീതി പിടിച്ച് പറ്റാൻ കൂടിയാ. പക്ഷേ ആന്റി പ്രീതിപ്പെടില്ലല്ലോ. അയാൾക്കുള്ള കുഴി അയാൾ തന്നെ വെട്ടട്ടെ. അവസാനം അയാൾ അതിൽ വീഴുമ്പോ ആന്റിക്ക് മണ്ണിട്ട് മൂടിയാ പോരെ. ഹർഷേ, നീ പറയുന്നത്ര നിസ്സാരമല്ല കാര്യങ്ങള്. ആ ലോട്ടറിയിലെ സമ്മാനത്തുക മറ്റാരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു. ആന്റി, ഈ അവസ്ഥയ്ക്ക് കാരണം അതൊന്നുമല്ല. ശേഖരനെ അന്വേഷിച്ച് ആലപ്പുഴയിലെ ലോട്ടറി ഏജന്റ് വന്നു എന്നുള്ളതാ. എന്തായാലും ഇത് കഴിഞ്ഞില്ലേ ആന്റി? ആന്റിയുടെ മക്കളും മരുമക്കളും അല്ലാതെ വേറെ ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ. ഇനിയുള്ള കാര്യങ്ങളെ സൂക്ഷ്യം കണ്ടുമൊക്കെ ചെയ്താൽ മതി. ഞാൻ മാത്രമല്ല ഹർഷേ, ഈ കേസിൽ പ്രതിയായത് സോനയും കൂടിയാ. എന്റെ കൂടെ നിന്നതിന് ശ്യാം അവളെ വല്ലാതെ കുറ്റപ്പെടുത്തി. ഓ, അവനോട് പോവാൻ പറ ആന്റി. സോന അവളുടെ അമ്മയോടൊപ്പം നിന്നതിനെ ചോദ്യം ചെയ്യാൻ ആ ശ്യാം ആരാ? അവനെ ആ രീതിയിൽ തന്നെ ഞാനും കൈകാര്യം ചെയ്തത്. പക്ഷേ സത്യനും ഇന്ദ്രനും അവന്റെ ഭാഗം ചേർന്ന അത് സോനയ്ക്കും എനിക്കും ഒരു ക്ഷീണമാണ്. അവർക്കും ലോട്ടറി സംബന്ധമായ കാര്യങ്ങളൊക്കെ അറിയാം. അമ്മയോടൊപ്പം സോന ഉറച്ചു നിന്നാലേ ശ്യാമിന്റെ കാര്യത്തിൽ സത്യനും ഇന്ദ്രനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്തായാലും ശ്യാമും സോനയും വഴക്കില്ലാതെ പോകാനല്ലേ ശ്രമിക്കൂ. അതിനുവേണ്ടി ബാക്കി എല്ലാ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇന്ദ്രനും സത്യനും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം ആ കാലമാടിനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പുതിയ എന്തെങ്കിലും വഴി ആലോചിക്കാൻ. ദേ, ഹർഷയും കൂടി അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കണം. ഞാൻ ആലോചിക്കുന്നുണ്ട് ആന്റി. നല്ലൊരു വഴി നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടും. ആന്റി സമാധാനമായിട്ടിരിക്കും. പിന്നെ നേരിട്ട് അയാളെ തൂക്കിയെടുത്ത് പുറത്ത് കളയാതെ കുടുംബത്തിലൊരു ഭൂകമ്പം ഉണ്ടാക്കി അതിൽ അയാൾ ഒലിച്ചു പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നാലേ അങ്ങനെ ഒരു ഭൂകമ്പം ഹർഷ പ്ലാൻ ചെയ്യേ, ഞാൻ നടപ്പിലാക്കിക്കോളാം. പിന്നെ അയാളോടൊപ്പം അനുപമയും കൂടി ഒലിച്ചു പോയാ അത്രയും നല്ലത്. ഞാൻ പ്ലാൻ ചെയ്യുമ്പോ അങ്ങനെ പ്ലാൻ ചെയ്യുള്ളൂ എന്ന് ആന്റിക്കറിയാലോ. ഇന്ദ്രന്റെ ജീവിതത്തിൽ നിന്ന് അനുപമ എന്നേക്കുമായി വിട്ടുപോണം. അതി ഹർഷയുടെ ജന്മാഭിലാഷോ. അതുകൊണ്ട് എനിക്കെന്ത് നേട്ടമാണെന്ന് ചോദിച്ചാ അതിനുത്തരമൊന്നുമില്ല. എന്റെ ജീവിതത്തിലെ വസന്തം നഷ്ടപ്പെടുത്തിയതവള്. അവൾ ഇന്ദ്രനെ വിട്ടു പോയാ എനിക്ക് നഷ്ടപ്പെട്ട വസന്തം തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷേ ഹർഷയുടെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും. എനിക്കത് മതി.
പാല് കുടിച്ചിട്ടേ വിശപ്പൊക്കെ മാറിയില്ലേ? ഇനി കുറച്ച് സമയം മുത്തശ്ശന്റെ കൂടെ കളിക്കാട്ടോ. വല്യമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട്. ഉം? മോള് ഇവിടെ ഇരുന്ന് മുത്തശ്ശന്റെ കൂടെ കളിക്കേട്ടോ. അച്ഛാ, കുറച്ച് സമയം മോളെ ഒന്ന് നോക്കാവോ? ഇതെന്ത് ചോദ്യാ മോളെ? എനിക്ക് മക്കളെ നോക്കാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ളവർ ഇതൊക്കെ അംഗീകരിച്ചു തരുമോ? തൽക്കാലം ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അച്ഛാ. അമ്മ വിശുമോനെ നഴ്സറി വിട്ട ശേഷം വരും. സോന ക്ലാസ്സിന് പോയതല്ലേ, തിരിച്ചെത്താൻ 3 മണിയെങ്കിലും ആവും. പിന്നെ അവളിവിടെ ഇരുന്ന് കളിച്ചോളും. ശ്യാമ മോളെ, ശരി മോളെ. മോളെ ഇവിടെ ഇരുന്ന് കളിച്ചോട്ടോ. ദേ മുത്തച്ഛൻ അടുത്തന്നെ ഉണ്ടാവൂട്ടോ. അച്ഛാ, മുറിയിലെത്തിയ അവള് ചിലപ്പോ കട്ടിലിന്ന് താഴെ ഇറങ്ങാൻ നോക്കും. 1-2 തവണ അങ്ങനെ വീണിട്ടുണ്ട്. അതുകൊണ്ടാ. ദേ അച്ഛൻ ഇവള് പുറത്തു പോകാതെ നോക്കിയാ മതി. വേഗം ജോലി തീർത്തിട്ട് വരാം. മോള് പതുക്കെ ജോലി തീർത്തിട്ട് വന്നാ മതി. എനിക്കിപ്പോ നിധി കിട്ടിയ സന്തോഷാ മോളെ. ഞാനിവളെ പൊന്നുപോലെ നോക്കിക്കോളാം. ശരി അച്ഛാ. ആ മോളെ, മോള് കരയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതിയേ. ശരി. മക്കളെ, അയ്യോ, ഓഹോ, മുത്തച്ഛന്റെ പൊന്നുമോള് കളിച്ചോ കേട്ടോ. പൊന്നുമോക്ക് മുത്തച്ഛൻ കാവലിരിക്കാം. ഓ, മുത്തച്ഛനും മോളുടെ ഒപ്പം കളിക്കണോ? കളിക്കാലോ. ആ ചക്രു, മുത്തച്ഛനെ ഒരു പാട്ട് പാടിത്തരാ കേട്ടോ. രാരിത്തത്തമ്മേ എന്നെ കോഴി കൊത്തൂലോ, കോഴി കൊത്തിയാലോ എന്റെ മാല പൊട്ടൂലോ, മാല പൊട്ടിയാലോ എന്നെ അമ്മ തല്ലൂലോ, അമ്മ തല്ലിയാലോ എന്നെ അച്ഛൻ കൊല്ലൂലേ. രാരിത്തത്തമ്മേ എന്നെ കോഴി കൊത്തൂലോ. പാവം, ഇപ്പോഴായിരിക്കും ആ മനുഷ്യന് ജീവിക്കാനുള്ളൊരു തോന്നല് പോലും ഉണ്ടാവുന്നത്. ഇതൊന്നും കാണാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലാതായി പോയല്ലോ. മക്കളെ, കൊരയുണ്ട് കേട്ടോ. അമ്മ ഇപ്പം വരുമല്ലോ. ചക്കുടു.